മണിവിളക്ക് മണിവിളക്ക് മുളന്തുരുത്തിയുടെ മണിവിളക്ക് 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 മുളന്തുരുത്തിയുടെ മണിവിളക്ക് പരിശുദ്ധ മാർത്തോമ ശ്ലീഹായും പരിശുദ്ധ പരുമല തിരുമേനി പരിശുദ്ധ മാർത്തോമ ശ്ലീഹായും പരിശുദ്ധ പരുമല തിരുമേനി മണിവിളക്ക് മണിവിളക്ക് മുളന്തുരുത്തിയുടെ മണിവിളക്ക് 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 മുളന്തുരുത്തിയുടെ മണിവിളക്ക് കാട്ടുമങ്ങാട്ടുപാവാമാരും കൊച്ചുപറമ്പിൽ തിരുമേനി കാട്ടുമങ്ങാട്ടുപാവാമാരും കൊച്ചുപറമ്പിൽ തിരുമേനി മേമുറിയിലെ തിരുമേനിയും ജന്മമേകിയ മുളന്തുരുത്തി മേമുറിയിലെ തിരുമേനിക്കും ജന്മമേകിയ മുളന്തുരുത്തി മണിവിളക്ക് മണിവിളക്ക് മുളന്തുരുത്തിയുടെ മണിവിളക്ക് 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 മുളന്തുരുത്തിയുടെ മണിവിളക്ക് പരിശുദ്ധ മാർത്തോമ ശ്ലീഹായും പരിശുദ്ധ പരുമല തിരുമേനി പരിശുദ്ധ മാർത്തോമ ശ്ലീഹായും പരിശുദ്ധ പരുമല തിരുമേനി മണിവിളക്ക് മണിവിളക്ക് മുളന്തുരുത്തിയുടെ മണിവിളക്ക് Ivanios, Grigorios, Kurilos, Tirumenima, Ivanios, Grigorios, Kurilos, Tirumenima, Andyavisramam kollunna, Punyasthalamani Mulanduruthi, Andyavisramam kollunna, പുണ്യഭൂമിയാണി മുളന്തുരുത്തി മണിവിളക്ക് മണിവിളക്ക് മുളന്തുരുത്തിയുടെ മണിവിളക്ക് 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 മുളന്തുരുത്തിയുടെ മണിവിളക്ക് പരിശുദ്ധ മാർത്തോമ ശ്ലീഹായും പരിശുദ്ധ പരുമല തിരുമേനി പരിശുദ്ധ മാർത്തോമ ശ്ലീഹായും പരിശുദ്ധ പരുമല തിരുമേനി മണിവിളക്ക് മണിവിളക്ക് മുളന്തുരുത്തിയുടെ മണിവിളക്ക് 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 മുളന്തുരുത്തിയുടെ മണിവിളക്ക് മുളന്തുരുത്തിയുടെ മണിവിളക്ക് മുളന്തുരുത്തിയുടെ മണിവിളക്ക് പരിശുദ്ധനായ പരുമല തിരുമേനി ആരെയും പോലെ ഒരു പിതാവിൽ നിന്നും മാതാവിൽ നിന്നും ജനിച്ച ഒരു മഹാശക്തിയാണ്, സംശയമൊന്നുമില്ല. എന്നാൽ
മറ്റുള്ളവർക്ക് ലഭിക്കുവാൻ കഴിയാത്തതായ ഒരു സ്വർഗീയ സൗഭാഗ്യം ആ മഹാപുണ്യവാളന് ലഭിച്ചു എന്നുള്ളത് ലോകം അംഗീകരിക്കുന്ന ഒരു സത്യവും ഒരു ദിവ്യമായ അവസ്ഥാ വൈശിഷ്ട്യവുമാണ്. അദ്ദേഹം ജനിച്ചു വളർന്നത് മുളന്തുരുത്തി പ്രദേശമാണ്. യഹൂദിയിലെ ബെത്ലഹേമിനെ കുറിച്ച് പ്രവാചകന്മാർ എഴുതിയിരിക്കുന്നത് പോലെ യഹൂദിയിലെ ബെത്ലഹേമെ യഹൂദ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇസ്രായേലിനെ രക്ഷിപ്പാനുള്ള രക്ഷകൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു. ഇതുപോലെ മുളന്തുരുത്തി ദേശത്തെക്കുറിച്ച് ഞാൻ പറയുകയാണ്. മുളന്തുരുത്തി ദേശമേ, നീ മറ്റുള്ള ദേശങ്ങളിൽ ഒട്ടും ചെറുതല്ല, പുറകിലല്ല എന്ന് ഞാൻ പറഞ്ഞു പോവുകയാണ്. ആകയാൽ മുളന്തുരുത്തി ദേശമേ, നീയും ഭാഗ്യവതിയാണ് എന്ന് ഞാൻ പറഞ്ഞു പോകുന്നതിൽ ഒട്ടും തന്നെ ഒരു മായവുമില്ല, ഒരു കളങ്കവുമില്ല. ഒരു യാഥാർത്ഥ്യം ഉച്ചരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ആകയാൽ അദ്ദേഹവുമായിട്ടുള്ള ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും ആ ഭാഗ്യാസ്വാദനത്തിന് അവസരം ലഭിക്കട്ടെ, ഭാഗ്യം ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ പരിമല പുണ്യവാളൻ്റെ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും അദ്ദേഹവുമായിട്ട് ബന്ധമുള്ള ദേശമായ മുളന്തുരുത്തിക്കും അദ്ദേഹവുമായിട്ട് ബന്ധമുള്ള അദ്ദേഹത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന എല്ലാ സഹോദരന്മാർക്കും ജാതി വ്യത്യാസമന്യേ എല്ലാ മതസ്ഥർക്കും എല്ലാ ആളുകൾക്കും അത് ലഭ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. തിരുമേനിയുടെ പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും എല്ലാവർക്കും ബലഹീന നമുക്കും കോട്ടയായിരിക്കട്ടെ. ദൈവം എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എൻ്റെ സ്നേഹവും ആശംസകളും അനുഗ്രഹങ്ങളും. ഈ ദേവാലയം സ്ഥാപിക്കപ്പെട്ടത്. ഈ ദേവാലയത്തിൽ വിദേശികളായ തിരുമേന്മാർ കാലം ചെയ്ത് അടക്കപ്പെട്ടു. അതെല്ലാം പുറമെ ആദ്യത്തെ പ്രഖ്യാപിത പരിശുദ്ധനായ തിരുമേനിയുടെ അഥവാ തിരുമേനിയുടെ ഇടവപ്പള്ളി കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ജന്മത്താലും ജീവിതത്താലും അനുഗ്രഹീതമായ ഒരു പ്രദേശമാണ് മുളന്തുരുത്തി പ്രദേശം. ഈ ദേവാലയത്തിനോട് എൻ്റെ കാര്യങ്ങളോട് അനുബന്ധമായി ഒരു CD പ്രകാശിപ്പിക്കുന്നത് അങ്ങേയറ്റം സന്തോഷമാണ്. പുരാതനമായ കാര്യങ്ങളെ വിശദമായി ബന്ധപ്പെട്ടവർക്ക് മനസ്സിലാക്കുവാനും അവർക്ക് പഠിക്കുവാനും ഇത് സഹായമാകട്ടെ. ഇതിൻ്റെ പിന്നിൽ അല്പമായ മധ്യമായി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എല്ലാ ആശംസകളും നൽകുന്നു. ദൈവം എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധനായ തിരുമേനിയുടെ ജീവിതം നമുക്ക് ഓരോരുത്തർക്കും മാതൃകയായി. എല്ലാ ആശംസകളും ഇതിന്റെ പ്രവർത്തകർക്ക് നൽകുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കും. ഭാരതത്തിലെ അതിപുരാതന സഭകളിൽ ഒന്നാണ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ. ലോകത്തിലുള്ള ഏതോ ഒരു പുരാതന സഭയെയും പോലെ പൗരാണികതയും അപ്പസ്തോലികതയും തനതായ ദേശീയവും സാമൂഹികവും സാംസ്കാരികവുമായ ഉന്നത പശ്ചാത്തലവും മലങ്കര സഭയ്ക്കുമുണ്ട്. കേരളത്തിലെ ക്രിസ്ത്യാനികൾ ഉയർന്ന സാമൂഹ്യ സാംസ്കാരിക നിലവാരം പുലർത്തിയിരുന്നു. ഇതര മതസ്ഥർക്ക്
കേരളത്തിലെ ക്രിസ്ത്യാനികളോട് ബഹുമാന ആദരവുകൾ ഉണ്ടായിരുന്നതായി തെളിവുകൾ ഉണ്ട്. ചുറ്റുമുള്ള ജാതികളുമായി ഭാരത നസ്രാണികൾ വളരെ സൗഹൃദത്തിലായിരുന്നു എന്ന് പ്രാചീന കാലം മുതലുള്ള ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അവരുടെ സേവന സന്നദ്ധതയും ഉന്നത സാമൂഹിക നിലവാരവും അർപ്പണബോധവും ബുദ്ധിശക്തിയും കണക്കാക്കി കേരളത്തിലെ നാട്ടുരാജാക്കന്മാര് കേരള നസ്രാണികൾക്ക് പല പദവികളും കൽപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. 1-ാം നൂറ്റാണ്ടിൽ പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിതമായ മലങ്കര സഭയുടെ മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന പരിശുദ്ധ മാർത്തോമാ മാത്യൂസ് ദ്വിതീയൻ ബാവ വരെയുള്ള നീണ്ടു നിൽക്കുന്ന ചരിത്ര സത്യങ്ങളുടെ ഒരു പുനരാവിഷ്കരണം ഈ കാസറ്റിലൂടെ വെളിപ്പെടുത്തുകയാണ്. മലങ്കര സഭയിൽ പ്രശസ്തമായ ദേവാലയങ്ങളിൽ എന്തുകൊണ്ടും ചരിത്രത്തിൽ നിർണായകമായ സ്ഥാനം നേടിയിട്ടുള്ള മുളന്തുരുത്തി മാർത്തോമാൻ പള്ളിയുടെ ഒരു നേർക്കാഴ്ചയും ഇതിലൂടെ നമുക്ക് ദർശിക്കുവാനായിട്ട് കഴിയും. മുളങ്കാടുകളുടെ സംഗീതം കേട്ടുണർന്ന മുളന്തുരുത്തി വിശ്വമഹാപരിശുദ്ധനായ പരിമലക്കൊച്ചു തിരുമേനിയുടെ ജന്മം കൊണ്ടും പാദസ്പർശനം മൂലവും അനുഗ്രഹീതമായ മുളന്തുരുത്തി ലോകത്തിൻ്റെ മുഴുവൻ മണിവിളക്കായി പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് വിരാജിക്കുന്ന ചരിത്ര സത്യം ലോകം മുഴുവൻ മനസ്സിലാക്കുവാൻ വേണ്ടി ആ പുണ്യപാതാരബിന്ദങ്ങളിൽ ഈ വിനീത ഉപഹാരം അർപ്പിച്ചുകൊള്ളുന്നു. പൗരസ്ത്യദേശത്തെ സെലൂക്യ മുതൽ കേരളത്തിൽ കോട്ടയം വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് പൗരസ്ത്യ കാതോലിക്കേറ്റിന്റെ ചരിത്രം. AD 52 പരിശുദ്ധ മാർത്തോമാ ശ്ലീഹ മുതൽ 1991 പരിശുദ്ധ ബെസേലിയസ് മാർത്തോമാ മാത്യൂസ് ദ്വിതീയൻ കാതോലിക്ക ബാബായിൽ എത്തുന്നതുവരെയുള്ളതാണ് ഇന്നത്തെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ചരിത്രം. ലോകരക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ ഭാഗമായി പരിശുദ്ധ തോമാസ് ശ്ലീഹ ഭാരതത്തിലേക്ക് സുവിശേഷ ഘോഷണാർത്ഥം പുറപ്പെട്ടു. AD 52 കപ്പൽ മാർഗം കൊടുങ്ങല്ലൂർ തുറമുഖത്ത് വന്നിറങ്ങുകയും വടക്ക് പാലയൂർ മുതൽ തെക്ക് തിരുവിതാംകൂട് വരെ കാടുകളും മലകളും പുഴകളും താണ്ടി സുവിശേഷം അറിയിച്ചു. മാലിയങ്കര, പാലൂർ, കോട്ടയ്ക്കാവ്, ഗോക്കമംഗലം, നിരണം, ചായ, കൊല്ലം എന്നിങ്ങനെ 7 സ്ഥലങ്ങളിൽ പള്ളികൾ സ്ഥാപിക്കുകയും തിരുവിതാംകൂട് ഒരു കുരിശ് സ്ഥാപിക്കുകയും ചെയ്തു. കേരളത്തിലെ സുവിശേഷ വേലയ്ക്കായി പകലോ മറ്റോ ശങ്കരപുരി, കള്ളി, കാളിയാങ്കൽ എന്നീ ബ്രാഹ്മണ കുടുംബങ്ങളിൽ നിന്നുള്ളവരെ മാമോദീസ നൽകി അവരെ പട്ടക്കാരായി നിയമിച്ചു. പിന്നീട് മലാക്ക, ചൈന മുതലായ രാജ്യങ്ങളിലേക്ക് സുവിശേഷ ഘോഷണത്തിനായി പുറപ്പെടുകയും ചെയ്തു. തുടർന്ന് പരിശുദ്ധ തോമാസ് ശ്ലീഹ ഇന്ത്യയിലേക്ക് മടങ്ങി വരികയും ചോഴമണ്ഡലത്തിലെ ചിന്നവലയിൽ വെച്ച് സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കെ AD 72 ഡിസംബർ 18 ഒരു എംബ്രാൻ ശൂലം കൊണ്ട് കുത്തുകയും 21 കർത്തൃസന്നിധിയിലേക്ക് വാങ്ങിപ്പോകുകയും മൈലാപ്പൂരിൽ കബറടക്കപ്പെടുകയും ചെയ്തു. ബ്രാഹ്മണാധിപത്യം നിലനിന്നിരുന്ന കാലത്ത് പരിശുദ്ധ ശ്ലീഹ നിയോഗിച്ച പൗരോഹിത്യ സ്ഥാനികളുടെ പ്രവർത്തനങ്ങൾ വളരെ പ്രയാസമേറിയവയും തന്മൂലം പിന്നീടുള്ള സഭയുടെ വളർച്ചയ്ക്ക് മങ്ങലേൽക്കുകയും ചെയ്തു. 4-ാം നൂറ്റാണ്ടിൽ പേർഷ്യൻ സഭയിൽ നിന്നും ക്നായി തോമായുടെ നേതൃത്വത്തിൽ ഉറഹായിലെ യോസെഫ് മെത്രാന് 2 പട്ടക്കാരുമടക്കം ഏകദേശം 400 പേർ കൊടുങ്ങല്ലൂർ തുറമുഖത്ത് കപ്പലിറങ്ങി. ഇവരുടെ ഭാഷ സുറിയനിയായിരുന്നു. അവരുടെ ആരാധനാ രീതികൾ പിന്തുടർന്നു വന്നതുമൂലം നാട്ടുകാരായ മർത്തോമ ക്രിസ്ത്യാനികളെ
സുറിയാനി ക്രിസ്ത്യാനികളെന്ന് വിളിച്ചു തുടങ്ങി. തുടർന്ന് 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ കച്ചവടാവശ്യത്തിനായി ഭാരതത്തിലേക്ക് വരികയും റോമാ സഭയിലെ ബിഷപ്പുമാരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയും സുറിയാനി ക്രിസ്ത്യാനികളെ റോമാ ക്രിസ്ത്യാനികളാക്കി മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്തു. ഇതിന്റെ ഭാഗമായി AD 1599 ജൂൺ 20 ഉദയംപേരൂർ പള്ളിയിൽ വെച്ച് ഗോവ ആർച്ച് ബിഷപ്പ് മെനസിസ് ഒരു സുനകദോസ് വിളിച്ചു ചേർക്കുകയും സുറിയാനി ക്രിസ്ത്യാനികളെ റോമ പാരമ്പര്യം സ്വീകരിക്കുവാൻ നിർബന്ധിക്കുകയും ചെയ്തു. ആർച്ച് ബിഷപ്പ് മെനസിസിന്റെ നടപടികളെ ചെറുക്കുവാൻ 1653 മാർ അഹത്തുള്ള ബാബ പോർച്ചുഗീസുകാരെ ഭയന്ന് വേഷപ്രച്ഛന്നനായി സുറിയാനി ക്രിസ്ത്യാനികളെ രക്ഷിക്കുവാൻ കൊച്ചിയിൽ എത്തിച്ചേർന്നു. ഈ പിതാവിനെ രക്ഷിക്കുവാൻ കൊച്ചി കോട്ടയിലെത്തിയ ജനങ്ങളെ കണ്ട് ഭയന്ന് അന്നത്തെ ഭരണാധികാരികൾ ഇദ്ദേഹത്തിന്റെ കഴുത്തിൽ കല്ലുകെട്ടി കൊച്ചി കായലിൽ മുക്കിക്കൊന്നതായി പറയപ്പെടുന്നു. ഈ നടപടികളുടെ അനന്തരഫലമായി സുറിയാനി ക്രിസ്ത്യാനികൾ 1653 മട്ടാഞ്ചേരിയിലെ കൂനൻ കുരിശിൽ ഒരു ആലാത്ത് കെട്ടുകയും അതിൽ പിടിച്ചുകൊണ്ട് ഞങ്ങളും ഞങ്ങളുടെ സന്തതി പരമ്പരകളും റോമാ വിശ്വാസവും പാരമ്പര്യവും സ്വീകരിക്കുന്നതല്ല എന്ന് ശബ്ദം ചെയ്തുവെങ്കിലും ഒരു വിഭാഗം റോമാ പാരമ്പര്യം സ്വീകരിച്ചു. ആ വിഭാഗത്തിന്റെ പിന്തുടർച്ചയാണ് ഇന്നത്തെ സീറോ മലബാർ സഭ. കൂനൻ കുരിശ് സത്യത്തെ തുടർന്ന് മലങ്കര സഭയെ പോർച്ചുഗീസുകാർ വളരെയധികം പീഡിപ്പിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ അപ്പോസ്തോലിക കൈവപ്പിനു വേണ്ടി മാർത്തോമാ ക്രിസ്ത്യാനികൾ വിവിധ പൗരസ്ത്യ പാത്രിയർക്കീസ്മാരുമായി ബന്ധപ്പെട്ടു. AD 1665 പരിശുദ്ധ അന്ത്യോക്യ പാത്രിയർക്കീസ് ബാവ വടക്കൻ പറവൂർ പള്ളിയിൽ കബറടങ്ങിയിട്ടുള്ള യെരുശലേമിലെ പാത്രിയർക്കീസായ അബ്ദുൽ ജലീൽ മാർ ഗ്രിഗോറിയസ് ബാവായെ മലങ്കരയിലേക്ക് അയച്ചു. അന്നു മുതലാണ് അന്ത്യോക്യൻ സഭയുമായിട്ടുള്ള ബന്ധം മലങ്കര സഭയിൽ ആരംഭിച്ചത്. 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ കച്ചവട ആവശ്യത്തിനായി ഇന്ത്യയിലേക്ക് വരികയും ഭരണം ഏറ്റെടുക്കുകയും ചെയ്തപ്പോൾ ആംഗ്ലിക്കൻ മിഷണറിമാരെ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുകയും അവർ സുറിയാനി സഭയിൽ നിന്നും ഒരു വിഭാഗത്തെ അടർത്തിയെടുത്ത് CMS സഭ സ്ഥാപിച്ചു. അവരുടെ പിന്തുടർച്ചയാണ് ഇന്നത്തെ CSI വിഭാഗം. ആംഗ്ലിക്കൻ സ്വാധീനത്താൽ പാലക്കുന്നത്ത് അബ്രഹാം മൽപ്പാൻ സഭയിൽ നവീകരണ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ഒരു മെത്രാപ്പൊലീത്ത ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് തന്റെ സഹോദരപുത്രനായ മാത്യൂസ് ചെമ്മാശനെ പരിശുദ്ധ അന്ത്യോക്യ പാത്രിയർക്കീസിന്റെ അടുക്കിലേക്ക് അയച്ച് മാർ അത്തനാസിയോസ് എന്ന പേരിൽ വാഴിച്ചു. അദ്ദേഹത്തെ പിന്തുടർന്ന വിഭാഗമാണ് മാർത്തോമാ സഭ എന്ന പേരിൽ ഇന്നറിയപ്പെടുന്നത്. തുടർന്ന് പാത്രിയർക്കീസ് ബാവായെ മലങ്കരയിലേക്ക് ക്ഷണിക്കുകയും AD 1876 മുളന്തുരുത്തി മാർത്തോമൻ പള്ളിയിൽ വെച്ച് ഒരു സുനകദോസ് നടത്തുകയും 6 വൈദികരെ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കുകയും ചെയ്തു. പിന്നീട് 1930 മാർ ഇവാനിയോസിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം വീണ്ടും സഭ വിട്ടുപോകുകയും മലങ്കര റീത്ത് എന്ന പേരിൽ പുതിയ സഭ സ്ഥാപിക്കുകയും ചെയ്തു. എന്നാൽ 1912 പരിശുദ്ധ പാത്രിയർക്കീസ് ബാവായുടെ മലങ്കര സഭയുടെ മേലുള്ള ലൗകിക അധികാര നടപടികളിൽ ഇവിടത്തെ മെത്രാന്മാർ പ്രതിഷേധം അറിയിച്ചപ്പോൾ പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ അവരെ മുടക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് മലങ്കര സഭ സുന്നഹദോസ് സീനിയർ അന്ത്യോക്യ പാത്രിയർക്കീസായ പരിശുദ്ധ അബ്ദുൽ മിശിഹ ബാവായെ മലങ്കരയിലേക്ക് ക്ഷണിക്കുകയും മലങ്കര സഭയുടെ സ്വതന്ത്ര ഭരണത്തിനായി 1912 സെപ്റ്റംബർ 15 നിരണം പള്ളിയിൽ വെച്ച് കണ്ണനാട് ഭദ്രാസനാധിപനും കോലഞ്ചേരി പള്ളിയുടെ വകാംഗവുമായ മുറിമറ്റത്തിൽ പൗലോസ് മാർ ഇവാനിയോസിനെ പരിശുദ്ധ ബെസേലിയോസ് പൗലോസ് പ്രഥമൻ എന്ന പേരിൽ കാതോലിക്കയായി വാഴിച്ചു. 1913 മെയ് 2 പരിശുദ്ധ കാതോലിക്ക ബാവ കാലം ചെയ്യുകയും പാമ്പാക്കുട ചെറിയ പള്ളിയിൽ കബറടക്കുകയും ചെയ്തു. ഈ കാലഘട്ടത്തിൽ മലങ്കര മെത്രാപ്പൊലീത്തയായിരുന്ന ഭരണം നിർവഹിച്ചത് പരിശുദ്ധ
വട്ടശ്ശേരിയിൽ ഗീവർഗീസ് മാർ ദിവന്യാസോസ് മെത്രാപ്പോലീത്തയായിരുന്നു. തിരുമേനിയുടെ ജീവിതകാലത്തു തന്നെ അദ്ദേഹത്തിന്റെ ദേശീയതയുടെയും സ്വയം ഭരണത്തിനുമായുള്ള ധീരോദാത്ത നിലപാടിനെ മാനിച്ച് അദ്ദേഹത്തിന് പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുനഗദോസ് സഭാഭാസുരൻ എന്ന സ്ഥാനം നൽകുകയും 2002 തിരുമേനിയുടെ ഭക്തി ജീവിതത്തെ ആസ്പദമാക്കി പരിശുദ്ധനായി പ്രഖ്യാപിക്കുകയും ചെയ്തു. 1925 ഏപ്രിൽ 30 മലങ്കര സഭയുടെ രണ്ടാമത്തെ കാതോലിക്കയായി പരിശുദ്ധ ബെസിലിയോസ് ഗീവറീസ് പ്രഥമൻ വാഴിക്കപ്പെട്ടു. ആ പരിശുദ്ധ പിതാവ് 1928 ഡിസംബർ 16 കാലം ചെയ്യുകയും വാകത്താനം വള്ളിക്കാട്ട് ദേറായിൽ കബറടക്കുകയും ചെയ്തു. മൂന്നാമത്തെ കാതോലിക്കയായി 1929 ഫെബ്രുവരി 15 പരിശുദ്ധ ബെസേലിയോസ് ഗീവറീസ് ദിദിയൻ വാഴിക്കപ്പെട്ടു. ഇദ്ദേഹത്തിന്റെ ഭരണകാലത്ത് 1934 മലങ്കര സഭാ ഭരണഘടനയ്ക്ക് രൂപം നൽകുകയും 1958 മലങ്കര സഭയ്ക്ക് അനുകൂലമായ സുപ്രീം കോടതി വിധിയും സഭാ സമാധാന ഉടമ്പടിയും രൂപീകരിക്കുകയും ചെയ്തു. 1964 ജനുവരി 3 കാലം ചെയ്യുകയും കോട്ടയം ദേവലോകം അരമനയിൽ കബറടക്കുകയും ചെയ്തു. മലങ്കര സഭയുടെ നാലാമത്തെ കാതോലിക്കയായി പരിശുദ്ധ ബെസേലിയോസ് ഔഗേൻ പ്രഥമൻ 1964 മെയ് 22 കാതോലിക്കയായി വാഴിക്കപ്പെട്ടു. 1975 ഒക്ടോബർ 27 പ്രായാധിക്യത്താൽ തന്റെ അധികാരാവകാശങ്ങൾ പിൻഗാമിയായ മാത്യൂസ് മാർ അത്തനാസ്യോസിനെ ഏൽപ്പിച്ച് വിശ്രമ ജീവിതം നയിക്കുകയും 1975 ഡിസംബർ 8 കാലം ചെയ്ത് കോട്ടയം ദേവലോകം അരമനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. അഞ്ചാമത്തെ കാതോലിക്കയായി പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമാ മാത്യൂസ് പ്രഥമൻ 1975 ഒക്ടോബർ 27 വാഴിക്കപ്പെട്ടു. അസാധാരണ വ്യക്തിത്വത്തിന്റെ ഉടമയായ ഇദ്ദേഹത്തിന്റെ ഭരണകാലത്ത് മലങ്കര സഭയ്ക്ക് വളരെയധികം പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പ്രതിസന്ധികളിൽ തളരാതെ സഭയെ സുധീരം മുന്നോട്ട് നയിച്ച് 1991 കാലം ചെയ്യുകയും കോട്ടയം ദേവലോകം അരമനയിൽ കബറടക്കപ്പെടുകയും ചെയ്തു. മലങ്കര സഭയുടെ ആറാമത്തെ കാതോലിക്കയായി ഇപ്പോഴത്തെ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമാ മാത്യൂസ് ദിദിയൻ ബാബ വാഴിക്കപ്പെട്ടു. തന്റെ പ്രായത്തിലും പക്വതയിലും നിന്ന് ലഭിച്ച അനുഭവ സമ്പത്തിലൂടെയും ദൈവനടത്തിപ്പിലൂടെയും സഭയെ വളർത്തുന്നതിന് ഇപ്പോൾ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് 22 ഭദ്രാസനങ്ങളും 22 മെത്രാപ്പോലീത്തമാരും 20 ലക്ഷം ജനങ്ങളുമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വളർന്നു പന്തലിച്ചു നിൽക്കുന്ന ഒരു വലിയ സഭയായി രൂപാന്തരം പ്രാപിച്ചിട്ടുള്ളതിൽ നമുക്ക് അഭിമാനിക്കാം. ഈ സഭയുടെ കൊച്ചി ഭദ്രാസന അതിർത്തിയിൽപ്പെട്ട ചരിത്ര പ്രസിദ്ധമായ സ്ഥലമാണ് മുളന്തുരുത്തി. ഇന്ന് നാം കാണുന്ന മുളന്തുരുത്തി ഒരു കാലത്ത് കടലിനടിയിലായിരുന്നു. കാലക്രമത്തിൽ ഒരു കരയെ സമ്മാനിച്ച് കടൽ വഴിമാറി. കരയായി രൂപപ്പെട്ട പ്രദേശം തുരുത്തെന്നറിയപ്പെട്ടു. മുളങ്കാടുകൾ തിങ്ങി നിറഞ്ഞ് തുരുത്ത് പിൽക്കാലത്ത് മുളന്തുരുത്തിയായി രൂപം പ്രാപിച്ചു. മുളന്തുരുത്തി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം തെളിയുന്ന രൂപം പഴമയുടെ പ്രൗഢിയും പുതുമയുടെ ശില്പസൗന്ദര്യവും കോർത്തിണക്കിയ മുളന്തുരുത്തിയുടെ തിലകക്കുറിയായി ശോഭിക്കുന്ന മാർത്തോമൻ പള്ളിയാണ്. ആധുനിക മുളന്തുരുത്തിക്ക് രൂപവും ഭാവവും പകർത്തുന്നതിന് ഈ പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് സഭാപിതാക്കന്മാരും അൽമായ പ്രമുഖരും ചെയ്ത സംഭാവനകൾ നിർണായകമായിരുന്നുവെന്ന് ചരിത്രം സാക്ഷിക്കുന്നു. അറബിക്കടലിന്റെ റാണി എന്നറിയപ്പെടുന്ന കൊച്ചി തുറമുഖത്തു നിന്നും 20 കിലോമീറ്റർ തെക്കുമാറി വിശ്വപ്രസിദ്ധ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രമായ ചോറ്റാനിക്കര ദേവീ ക്ഷേത്രത്തിന് തെക്കേ ഇന്ത്യയിലെ മെക്ക എന്നറിയപ്പെടുന്ന കാഞ്ഞിരമറ്റം മുസ്ലിം പള്ളിക്ക് മധ്യേ പിറവം എറണാകുളം റോഡരികിൽ മതമൈത്രിയുടെ സന്ദേശം ഉയർത്തിക്കൊണ്ട് AD 1110 1125 മധ്യേ സ്ഥാപിച്ചതാണ് ചരിത്ര പ്രസിദ്ധമായ മുളന്തുരുത്തി മാർത്തോമൻ പള്ളി. ഒരിക്കൽ കടുത്തുരുത്തി രാജാവിന്റെ കോപത്തെ ഭയന്ന് കുറെ ക്രിസ്ത്യൻ പ്രജകൾ അവിടെ നിന്നും ഇവിടേക്ക് വരികയും അവർ പള്ളി സ്ഥാപിച്ചു എന്നുള്ളതുമാണ്
പള്ളിയുടെ സ്ഥാപന കഥകളിൽ മുഖ്യം. ഇവർ ഇവിടെ വന്ന് താമസം തുടങ്ങുമ്പോൾ ഇവിടുത്തുകാർ 3 കിലോമീറ്റർ അകലെയുള്ള ഉദയംപേരൂർ പള്ളിയിലാണ് ആരാധന നടത്തി വന്നിരുന്നത്. പള്ളിയുടെ പടിഞ്ഞാറേ വാതിലിൽ കരിങ്കൽ കട്ടിളമേൽ കൽദായ സുറിയാനിയിൽ ഒരു ലിഖിതമുണ്ട്. അതിന്റെ തർജ്ജമ ഇപ്രകാരമാണ്: മർത്തോമാ ശ്ലീഹായുടെ ഈ ആലയവാതിൽ മിശിഹകാലം 1575 ആണ്ട് വൃശ്ചിക മാസം 9-ാം തീയതി ഞായറാഴ്ച മാറ്റി സ്ഥാപിച്ചു. മദ്ബഹായുടെ കിഴക്കേ ഭിത്തിയിൽ തടിയിലും കല്ലിലും മെനഞ്ഞെടുത്ത കവിത തുളുമ്പുന്ന അനേകം ജീവസുറ്റ രൂപങ്ങളും ചിത്രങ്ങളും ദൈവപുത്രന്റെയും തോമാസ് ശ്ലീഹായുടെയും ജീവിത ദർശനത്തെ ആസ്പദമാക്കിയിട്ടുള്ളവയാണ്. ഏറ്റവും മുകളിൽ തൃത്വത്തെ സൂചിപ്പിക്കുന്ന ചിത്രീകരണവും, നടുവിൽ പിതാവും, വലതുവശത്ത് പുത്രൻ, ഇടതുവശത്ത് പ്രാവിന്റെ രൂപത്തിൽ പരിശുദ്ധ റൂഹായെയും ചിത്രീകരിച്ചിരിക്കുന്നു. പരിശുദ്ധ തോമസ് ലീഗയെ സംബന്ധിച്ചുള്ള ചിത്രങ്ങൾ ഇറത്ത എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. പ്രധാന മദ്ബഹായുടെ ഇരുവശങ്ങളിലുമായി അതിമനോഹരമായി പഴമയുടെ പ്രൗഢിയും പുതുമയുടെ ശില്പസൗന്ദര്യവും കോർത്തിണക്കിക്കൊണ്ട് തടിയിൽ മെനഞ്ഞെടുത്ത 2 ചെറിയ ത്രോണസുകൾ കൂടിയുണ്ട്. ഒന്ന് പരിശുദ്ധ ദൈവമാതാവിന്റെയും മറ്റൊന്ന് പരിശുദ്ധ ഗീവറീസ് സഹദായുടെ നാമത്തിലുമാണ് സ്ഥാപിച്ചിരിക്കുന്നത്. മലങ്കര സഭയിലെ പല പ്രധാന ചരിത്ര സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുള്ളതാണ് ഈ വിശുദ്ധ ദേവാലയം. അതിൽ പ്രമുഖമായ സ്ഥാനം 1876-ൽ പരിശുദ്ധ പത്രോസ് പാത്രിയർക്കീസ് ബാവായുടെ അധ്യക്ഷതയിൽ നടത്തിയ മുളന്തുരുത്തി സുന്നകദോസാണ്. ഈ സുന്നകദോസാണ് മലങ്കര സഭയുടെ ഇന്നത്തെ ഭരണ സംവിധാനത്തിന് അടിത്തറ പാകിയത്. ഇതിനു പുറമെ 1875-ലും 1911-ലും വിശുദ്ധ മൂറൻ കൂദാശയ്ക്ക് വേദിയാകുന്നതിനുള്ള ഭാഗ്യവും ഈ ദേവാലയത്തിന് സിദ്ധിച്ചിട്ടുണ്ട്. ഇടവക ജന്മം നൽകിയ പിതാക്കന്മാർ: കാട്ടുമങ്ങാട്ട് എബ്രാഹാം മാർ കുറിലോസ് പ്രഥമൻ മെത്രാപ്പൊലീത്ത, മുളന്തുരുത്തിയിലെ പൗരാണികമായ കാട്ടുമങ്ങാട്ട് കുടുംബത്തിൽ ജനിച്ച മാർ കുറിലോസ് നല്ലൊരു സുറിയാനി മൽപ്പാനും ഭക്തനും ബിഷഗുരനുമായിരുന്നു. 975 വൃശ്ചികം 17-ന് മട്ടാഞ്ചേരി പള്ളിയിൽ വെച്ച് മെത്രാപ്പൊലീത്തയായി വാഴിച്ചു. മാർ കുറിലോസ് പ്രഥമൻ ആഞ്ഞൂര് പള്ളി കേന്ദ്രീകരിച്ച് ഭരണം നടത്തുകയും 1802-ൽ കാലം ചെയ്യുകയും അവിടെ കബറടക്കുകയും ചെയ്തു. അദ്ദേഹം സ്ഥാപിച്ച സഭയാണ് മലബാർ സ്വതന്ത്ര സുറിയാനി സഭ. കാട്ടുമങ്ങാട്ട് എബ്രാഹാം മാർ കുറിലോസ് ദ്വിതീയൻ മെത്രാപ്പൊലീത്ത, മാർ കുറിലോസ് പ്രഥമൻ മെത്രാപ്പൊലീത്തായുടെ അനുജനാണ് മാർ കുറിലോസ് ദ്വിതീയൻ മെത്രാപ്പൊലീത്ത. പരമഭക്തനായ ഇദ്ദേഹം തേവനാൽ തടത്തിലെ ഗുഹയിൽ ജ്യേഷ്ഠനോടൊപ്പം പ്രാർത്ഥനാനിരതനായി അനേകകാലം താമസിച്ചിട്ടുണ്ട്. ആ സ്ഥലത്ത് ഇന്നൊരു കുരിശും തൊട്ടിയും സമീപത്തായി തേവനാൽ മാർ ബെഹ്റാൻ പള്ളിയും സ്ഥിതി ചെയ്യുന്നു. AD 1809-ൽ മുളന്തുരുത്തി പള്ളിയിൽ വെച്ച് കാലം ചെയ്യുകയും വെട്ടിക്കൽ ദയറ മദ്ബഹായുടെ തെക്കുവശത്ത് കബറടക്കപ്പെടുകയും ചെയ്തു. പരിശുദ്ധ പരുമല തിരുമേനി വിശ്വമെങ്ങും മുളന്തുരുത്തിയുടെ നാമം ഘോഷിക്കുവാൻ തക്കവണ്ണം മലങ്കര സഭയുടെ പ്രഥമ പ്രഖ്യാപിത പരിശുദ്ധനായ പരുമല ഗീവറീസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ പ്രാർത്ഥനയിൽ അഭയം പ്രാപിക്കാത്ത സുറിയാനി ക്രിസ്ത്യാനികൾ ഉണ്ടാവുകയില്ല. ഈ ഇടവകയിലെ പ്രശസ്തമായ പള്ളത്തിട്ട തറവാട്ടിൽ നിന്നും കണ്ടനാട് പള്ളിപ്പുറം കല്ലറയ്ക്കിലേക്ക് ദത്തുപോയി പിന്നീട് ഭാഗം വഴി പൈതൃകമായി ലഭിച്ച മുളന്തുരുത്തി ചാത്തുരുത്തി തറവാട്ടിലേക്ക് താമസം മാറ്റിയ ശ്രീ കൊച്ചുമത്തായിയുടെയും മറിയത്തിന്റെയും ഇളയ മകനായി AD 1848 ജൂൺ 15-ന് ഗീവർഗീസ് ഭൂജാതനായി.
വിശുദ്ധന്റെ ബാല്യകാലനാമം കൊച്ചൈപ്പോരെന്നായിരുന്നു. ബാലന് 2 വയസ്സുള്ളപ്പോൾ മാതാവ് നിര്യാതയായതുകൊണ്ട് സഹോദരി മറിയമായിരുന്നു ഗീവർഗീസിന്റെ കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിച്ചിരുന്നത്. ഹൈന്ദവരായ ഓണക്കാവിൽ അയ്യ, മാണി എന്നീ ആശന്മാരിൽ നിന്നാണ് കൊച്ചൈപ്പോര ബാല്യകാല വിദ്യാഭ്യാസം സ്വീകരിച്ചത്. തിരുമേനി ആദ്യാക്ഷരം കുറിച്ച സ്ഥലത്ത് ഇന്നൊരു കുരിശൻ തൊട്ടി സ്ഥാപിച്ചിട്ടുണ്ട്. തിരുമേനിയുടെ പിതൃസഹോദരനും പണ്ഡിത ശ്രേഷ്ഠനുമായിരുന്ന പള്ളത്തിട്ട ഗീവറീസ് മൽപ്പാനാണ് ബാലനെ വൈദിക ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയത്. 1857 ശ്രീവാ പെരുന്നാൾ ദിവസം കരിങ്ങാച്ചിറ പള്ളിയിൽ വെച്ച് കോറുയോ സ്ഥാനം സ്വീകരിച്ചു. യൂയാക്കിമാർ കുറിലോസ് ബാവായിൽ നിന്നും കശിഷ സ്ഥാനവും കോറപ്പിസ്കോപ്പ സ്ഥാനവും സ്വീകരിച്ചു. പള്ളി ഭരണകാര്യങ്ങളിൽ താൽപര്യം പ്രകടിപ്പിക്കാത്ത സന്യാസ ജീവിതത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് വെട്ടിക്കൽ തയ്യാറായും നോമ്പും ഉപവാസവും അനുഷ്ഠിച്ചുകൊണ്ട് ജീവിതം തുടർന്നു. 1872 ഏപ്രിൽ 17 പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്യാസ്യോസിൽ നിന്നും റംബാൻ സ്ഥാനവും 1876 ഡിസംബർ 10 വടക്കൻ പറവൂർ പള്ളിയിൽ വെച്ച് ഗീവറീസ് മാർ ഗ്രിഗോറിയസ് എന്ന പേരിൽ പരിശുദ്ധ പത്രോസ് പാത്രിയർക്കീസ് ബാവ മെത്രാനായി വാഴിച്ചു. കേവലം 29 വയസ്സ് മാത്രം പ്രായമുള്ളതുകൊണ്ട് തിരുമേനിയെ കൊച്ചു തിരുമേനി എന്ന് വിളിച്ചു വന്നിരുന്നു. നിരണം ഭദ്രാസനത്തിന്റെ ഭരണച്ചുമതല ഏറ്റെടുക്കുവാൻ തയ്യാറായ സമയത്ത് പരുമല അരികുപുറത്തു വീട്ടുകാർ സംഭാവന നൽകിയ സ്ഥലത്ത് താമസം ആരംഭിച്ചു. പരുമല സെമിനാരിയും പള്ളിയും പണി കഴിപ്പിച്ച് 1070 മകരം 15 കൊച്ചു തിരുമേനി കൂദാശ നടത്തി പള്ളിയിൽ പ്രഥമ ബലിയർപ്പിച്ചു. തന്റെ ജീവിത വിശുദ്ധി കൊണ്ട് ലോകത്തിന് തന്നെ മാതൃകയായി ജീവിതം നയിച്ച പുണ്യപിതാവിന്റെ ജന്മം കൊണ്ടും പാദസ്പർശം കൊണ്ടും ധന്യമാക്കപ്പെട്ട പുണ്യഭൂമിയാണ് മുളന്തുരുത്തി. 52-ാം വയസ്സിൽ കൊച്ചു തിരുമേനിക്ക് സാധാരണയായി വരാറുള്ള അർശസ് രോഗം കലശലായി ഉണ്ടാവുകയും 1902 നവംബർ 2-ാം തീയതി പാതിരാത്രി പരുമല പള്ളിയിൽ വെച്ച് താൻ മുൻകൂട്ടി കൽപ്പിച്ച സമയത്ത് എന്റെ കർത്താവേ എന്ന് നേരിയ ശബ്ദത്തിൽ വിളിച്ചുകൊണ്ട് കണ്ണുകളടച്ച് തന്റെ അരുമനാഥന്റെ സന്നിധിയിലേക്ക് മടങ്ങിപ്പോയി. കാലം ചെയ്തിട്ട് 1 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും നമ്മുടെ ഹൃദയങ്ങളിൽ ശോഭിക്കുന്ന ആ പുണ്യവാന്റെ കബറിടമെന്ന് ജനകോടികളുടെ ആശാകേന്ദ്രവും അഭയസ്ഥാനവുമായി പരിലസിക്കുന്നു. കൊച്ചുപറമ്പിൽ പൗലോസ് മാർ കുറിലോസ് മെത്രാപ്പൊലീത്ത. കൊച്ചുപറമ്പിൽ തിരുമേനി എന്നറിയപ്പെടുന്ന ഇദ്ദേഹം യൂയാക്കിമാർ കുറിലോസ് ബാവായിൽ നിന്നും 9-ാമത്തെ വയസ്സിൽ ഷമ്മാശപ്പട്ടവും 16-ാമത്തെ വയസ്സിൽ കശീശ സ്ഥാനവും സ്വീകരിച്ചു. 1083 മേടം 18 പൗലോസ് മാർ കുറിലോസ് എന്ന പേരിൽ മെത്രാപ്പൊലീത്തയായി വാഴിക്കപ്പെട്ടു. അനേകം പള്ളികളുടെ സ്ഥാപകനും ഉത്തമ ദേറാക്കാരനുമായിരുന്നു അദ്ദേഹം. 1093 ധനു 1 കാലം ചെയ്യുകയും പാണമ്പടിപ്പള്ളിയിൽ കബറടക്കുകയും ചെയ്തു. മേമുറിയിൽ യാക്കോബ് മാർ പോളികാർപ്പസ് മെത്രാപ്പൊലീത്ത. മേമുറിയിൽ ചാക്കോ മാത്യുവിന്റെയും അന്നമ്മയുടെയും പുത്രനായി ജനിച്ച യാക്കോബ് 1948 ജൂലൈ 3 പരിശുദ്ധ ഗീവറീസ് ദ്വിതീയൻ കാതോലിക്ക ബാവായിൽ നിന്നും കശീശ സ്ഥാനം സ്വീകരിച്ചു. മികച്ച പ്രധാനാധ്യാപകൻ എന്ന പേരുകെട്ട ഇദ്ദേഹം കുണ്ടറ, തഴക്കര, കാർത്തികപ്പള്ളി, കോട്ടയം MD എന്നീ ഹൈസ്കൂളുകളിൽ തന്റെ അധ്യാപക വൃത്തിയിൽ പ്രാഗൽഭ്യം തെളിയിച്ചു. 1978 മെയ് 15 പഴഞ്ഞിപ്പള്ളിയിൽ വെച്ച് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് പ്രഥമൻ കാതോലിക്ക ബാവ കൊച്ചി ഭദ്രാസനത്തിന്റെ സഹായ മെത്രാപ്പൊലീത്തയായി വാഴിച്ചു. 1986 ഡിസംബർ 26 കാലം ചെയ്യുകയും കൊരട്ടി സിയോൻ സെമിനാരി ചാപ്പലിൽ കബറടക്കുകയും ചെയ്തു. പള്ളത്തിട്ടയിൽ ജോസഫ് മാർ ഗ്രിഗോറിയസ് മെത്രാപ്പൊലീത്ത. പള്ളത്തിട്ടയിൽ കുടുംബാംഗമായ ഇദ്ദേഹം യാക്കോബായ് സഭയുടെ മെത്രാപ്പൊലീത്തയായി വാഴിക്കപ്പെട്ടു. മുളന്തുരുത്തിയിൽ
അന്ത്യവിശ്രമം കൊള്ളുന്ന പിതാക്കന്മാർ. മാർ ഇവാനിയോസ് ഹിദായത്തുള്ള ബാവ ഇറാഖിലെ ബാക്കുദൈന ഗ്രാമത്തിൽ ജനിച്ച ഈ പിതാവിനെ AD 1661 ദൈവവേലയ്ക്കായി സമർപ്പിക്കപ്പെട്ടു. കോതമംഗലത്ത് കബറടങ്ങിയിട്ടുള്ള എൽദോമാർ ബെസേലിയോസ് ബാവായെ ഭരണകാര്യങ്ങളിൽ സഹായിക്കുവാനായിട്ടാണ് ബാവ മലങ്കരിയിലേക്ക് എഴുന്നള്ളിയത്. വേദശാസ്ത്ര വിഷയങ്ങളിൽ അഗാധമായ പാണ്ഡിത്യമുണ്ടായിരുന്ന ഈ പിതാവ് 1694 ചിങ്ങം 3-ാം തീയതി ഇഹലോകവാസം വെടിയുകയും മദ്ബഹായുടെ തെക്കുവശത്ത് കബറടക്കുകയും ചെയ്തു. മാർ ഗ്രിഗോറിയോസ് യുഹാനൻ ബാവ 1695 ഇറാഖിലെ ബാക്കുദെ ഗ്രാമത്തിൽ തന്നെ ജനിച്ച ഈ പിതാവ് 1747 മേൽപ്പെട്ട സ്ഥാനം സ്വീകരിക്കുകയും 1751 മലങ്കരിയിലേക്ക് എഴുന്നള്ളുകയും ഇവിടെ താമസിക്കുകയും ചെയ്തു. രോഗബാധിതനായിരുന്ന ബാവ 1773 മിഥുനം 27 കാലം ചെയ്യുകയും മദ്ബഹായുടെ വടക്ക് വശത്ത് കബറടക്കുകയും ചെയ്തു. യുയാക്കിമാർ കുറിലോസ് ബാവ ഇറാഖിലെ ബെസ്കറിൻ പട്ടണത്തിൽ ജനിച്ച പിതാവ് 1845 മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുകയും 1846 മലങ്കരിയിലേക്ക് എഴുന്നള്ളുകയും ചെയ്തു. 29 വർഷക്കാലം ഇവിടെ ഭരണം നടത്തിയ പിതാവ് ദീർഘകാലവും മുളന്തുരുത്തി പള്ളിയിലാണ് താമസിച്ചിരുന്നത്. 1874 സെപ്റ്റംബർ 2-ാം തീയതി ഈ പള്ളിയിൽ വെച്ച് കാലം ചെയ്യുകയും താൻ നേരത്തെ നിർദ്ദേശിച്ചിരുന്ന സ്ഥലമായ വടക്ക് വശത്ത് കബറടക്കുകയും ചെയ്തു. കബറിടത്തിൽ സുറിയാനിയിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് ഇപ്രകാരമാണ്: തന്റെ പുണ്യവാന്മാരുടെ മരണം കർത്താവിന്റെ തൃക്കണ്ണുകളിൽ വിലയേറിയതാകുന്നു. സങ്കീർത്തനം 116:15. മുളന്തുരുത്തിയുടെ മനസ്സറിഞ്ഞ മുനിശ്രേഷ്ഠർ മുളന്തുരുത്തിയുടെ മഹാത്മ്യം അറിഞ്ഞുകൊണ്ട് തങ്ങളുടെ പ്രവർത്തന കേന്ദ്രങ്ങൾ മുളന്തുരുത്തിയിലേക്ക് മാറ്റി സ്ഥാപിച്ച പിതാക്കന്മാർ അനേകരാണ്. ആധുനിക മുളന്തുരുത്തിക്ക് രൂപവും ഭാവവും പകർത്തുവാൻ ഇവർ വഹിച്ച പങ്ക് വളരെ സഹായം ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. മൂക്കഞ്ചേരിയിൽ പത്രോസ് മാർ ഒസ്താത്തിയോസ് മെത്രാപ്പൊലീത്ത കൊല്ലവർഷം 1004-ാം ആണ്ടിൽ മലങ്കര മെത്രാപ്പൊലീത്തയായിരുന്ന വട്ടശ്ശേരിയിൽ പരിശുദ്ധ ഗീവറീസ് മാർ ദിവന്യാസ്യോസ് തിരുമേനി കർമ്മേൽ ദേറ സ്ഥാപിച്ചു. തൃപ്പൂണിത്തുറ നടമേൽ പള്ളി ഇടവകാംഗമായ മൂക്കഞ്ചേരിയിൽ പത്രോസ് മാർ ഒസ്താത്തിയോസ് തിരുമേനി 1943 മുതൽ ഈ ദേറ കേന്ദ്രീകരിച്ചുകൊണ്ട് പാവങ്ങളുടെ ബിഷപ്പായി അവരോടൊപ്പം ലളിത ജീവിതം നയിച്ച് ഏകദേശം 30,000-ഓളം ആളുകളെ ക്രൈസ്തവരാക്കി അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി ശ്രീപാദാസ സമൂഹം സ്ഥാപിക്കുകയും തന്റെ ശരീരവും മനസ്സും മുളന്തുരുത്തിക്ക് സംഭാവന നൽകി 1968 ഫെബ്രുവരി 2-ാം തീയതി കാലം ചെയ്യുകയും ദേറായിൽ കബറടക്കുകയും ചെയ്തു. തിരുമേനിയുടെ സ്മരണ നിലനിർത്തിക്കൊണ്ട് നിലകൊള്ളുന്ന പ്രസ്ഥാനങ്ങളാണ് ശ്രീപാദാസ സമൂഹ കേന്ദ്രം ഓഫീസ്, സെന്റ് സൈമൺസ് വൃദ്ധമന്ദിരം, മാർ ഒസ്താത്തിയോസ് ചാരിറ്റബിൾ സൊസൈറ്റി തുടങ്ങിയവ. ജോസഫ് മാർ പക്കോമിയോസ് മെത്രാപ്പൊലീത്ത മുളന്തുരുത്തിയുടെ മഹത്വമറിഞ്ഞ് വെട്ടിക്കൽ ദേറ മനോഹരമായി പുനരുദ്ധീകരിച്ചുകൊണ്ട് കണ്ടനാട് ഭദ്രാസനത്തിന്റെ താൽക്കാലിക ആസ്ഥാനമാക്കി ഭരണം നടത്തിയ പിതാവായിരുന്നു കാലം ചെയ്ത ജോസഫ് മാർ പക്കോമിയോസ് തിരുമേനി. 1991 ഓഗസ്റ്റ് 19 കാലം ചെയ്യുകയും തന്റെ ഇടവകയായ മുളക്കുളം കർമ്മേൽക്കുന്ന് പള്ളിയിൽ കബറെടുക്കുകയും ചെയ്തു. കോലഞ്ചേരി ആശുപത്രിയുടെ OP വിഭാഗം, ബെസേലിയോസ് വിദ്യാനികേതൻ സ്കൂൾ എന്നീ സ്ഥാപനങ്ങൾ തിരുമേനിയുടെ പ്രവർത്തനങ്ങളുടെ പിന്തുടർച്ചയായി സ്ഥാപിച്ചിട്ടുള്ളതാണ്. ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത ലോകസമാധാനത്തിനും നിരായുധീകരണത്തിനും വേണ്ടി ഏറെ യത്നിച്ച ദാർശനികനും അഖില ലോക ക്രിസ്ത്യൻ കൗൺസിൽ പ്രസിഡന്റും ഡൽഹി ഭദ്രാസനാധിപനും കോട്ടയം ഓർത്തഡോക്സ് വൈദിക സെമിനാരിയുടെ പ്രിൻസിപ്പാളുമായിരുന്ന പുണ്യശ്ലോകനായ ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്തായും
മുളന്തുരുത്തിയുടെ മഹാത്മ്യം അറിഞ്ഞുകൊണ്ട് പ്രവർത്തിച്ച ഒരു പിതാവായിരുന്നു. ഇദ്ദേഹവും തൃപ്പൂണിത്തുറ നടമേൽപ്പള്ളി ഇടവകാംഗമാണ്. ഇന്ന് 120 പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ അഭയകേന്ദ്രമായ ഓലിയിൽ OC കുര്യാക്കോസ് കോറപ്പിസ്കോപ്പ സ്ഥാപിച്ച തലക്കോട് സെന്റ് മേരീസ് ബോയ്സ് ഹോം, മാർ ഗ്രിഗോറിയസ് ITC, 100ഓളം തൊഴിൽ രഹിത വനിതകൾക്ക് തൊഴിൽ നൽകി വരുന്ന ടെക്നോലിങ്ക്, മാർ ഗ്രിഗോറിയസ് ചാപ്പൽ, നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഗേൾസ് ഹോം എന്നീ സ്ഥാപനങ്ങൾ തിരുമേനിയുടെ പ്രവർത്തനങ്ങളുടെ പ്രചോദനമായി നിലകൊള്ളുന്നു. 1996 കാലം ചെയ്ത തിരുമേനിയുടെ ഭൗതിക ശരീരം കോട്ടയം പഴയ സെമിനാരിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. ഡോക്ടർ ഗീവർഗീസ് മാർ ഗ്രിഗോറിയസ് മെത്രാപ്പൊലീത്ത തന്റെ ശരീരവും മനസ്സും മുളന്തുരുത്തിക്ക് ദാനം നൽകിയ മറ്റൊരു ബിഷപ്പായിരുന്നു യാക്കോബായ സഭയുടെ പെരുമ്പള്ളി ഗീവർഗീസ് മാർ ഗ്രിഗോറിയസ് തിരുമേനി. പെരുമ്പള്ളി പള്ളി പുനരുദ്ധാരണം, ഹെയിൽ മേരി സ്കൂൾ, ആശുപത്രി എന്നിവ തന്റെ പ്രവർത്തനങ്ങളുടെ നിത്യസ്മാരകമായി നിലകൊള്ളുന്നു. മാർ ഗ്രിഗോറിയസ് ആശ്രമം സിസ്റ്റർ സൂസൻ കുരുവിള 1973 സ്ഥാപിച്ച മാർ ഗ്രിഗോറിയസ് ആശ്രമത്തിന്റെ നേതൃത്വത്തിൽ അനേകം സാധുക്കളെ സഹായിക്കുന്നതിനു പുറമെ ഇവിടെ ഒരു ചാപ്പലും അനാഥാലയവും നഴ്സറി സ്കൂളും പ്രവർത്തിച്ചു വരുന്നു. കൂടാതെ റവറന്റ് ഫാദർ TK മാത്യു സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരുന്നു. പാലക്കാട്ട് ജോൺ കോറപ്പിസ്കോപ്പ. മുളന്തുരുത്തി പാലക്കാട്ട് കുടുംബത്തിൽ ജനിച്ച ഇദ്ദേഹം പരിശുദ്ധ പരിമല തിരുമേനിയിൽ നിന്നാണ് ചെമ്മാശപ്പട്ടം സ്വീകരിച്ചത്. പിന്നീട് കശീശ സ്ഥാനവും കോറപ്പിസ്കോപ്പ സ്ഥാനവും സ്വീകരിച്ചു. മുളന്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, വില്ലേജ് ജഡ്ജി എന്നീ നിലകളിൽ സുത്യർഹമായ സാമൂഹ്യ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. യാക്കോബ് കോറപ്പിസ്കോപ്പ ഇടപ്പങ്ങാട്ടിൽ കാരിയിൽ കുടുംബത്തിൽപ്പെട്ട അച്ഛൻ നല്ല ഒരു സ്വരമാധുര്യത്തിന്റെ ഉടമയും, മുളന്തുരുത്തി സർവീസ് സൊസൈറ്റി പ്രസിഡന്റ്, പള്ളിവക LP സ്കൂൾ അധ്യാപകൻ, മാനേജർ എന്നീ നിലകളിൽ സുത്യർഹമായ സേവനം കാഴ്ചവെച്ചിട്ടുണ്ട്. ചാലിൽ കൊച്ചുകോര. മുളന്തുരുത്തിയിലെ പ്രശസ്തമായ ചാലിൽ കുടുംബത്തിൽപ്പെട്ട കൊച്ചുകോര മുളന്തുരുത്തിയിൽ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിക്കുകയും പിറവം റോഡ്, പഴയ ഗ്രാമപഞ്ചായത്ത്, വില്ലേജ് കെട്ടിട സമുച്ചയങ്ങൾ, ഗവൺമെന്റ് ആശുപത്രി കെട്ടിടം എന്നിവ സ്ഥാപിക്കുകയും മർത്തോമൻ പള്ളി ട്രസ്റ്റിയായി ദീർഘകാലം സേവനമനുഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാന പെരുന്നാളുകൾ. മുളന്തുരുത്തിയുടെ ദേശീയ ഉത്സവമായി ആഘോഷിച്ചു വരുന്ന പരിശുദ്ധ തോമാസ് ലീഹായുടെ ചരമസ്മരണ പെരുന്നാളായ ജൂബിലി പെരുന്നാൾ 1952 മുതൽ തുടർച്ചയായി ഡിസംബർ 18 മുതൽ 21 വരെ ആഘോഷിച്ചു വരുന്നു. മണിക്കൂറുകൾ നീണ്ട ദേശം ചുറ്റിയുള്ള പ്രദക്ഷിണങ്ങൾ ഈ നാടിന്റെ മതമൈത്രി സംഗമമായി പരിണമിച്ചിട്ടുണ്ട്. പരിശുദ്ധ തോമാസ് ലീഹായുടെ ദുഃഖറോന പെരുന്നാൾ, പരിശുദ്ധ പരിമല തിരുമേനിയുടെ ഓർമ്മ പെരുന്നാൾ, ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാൾ എന്നിവയാണ് പ്രധാന പെരുന്നാളായി ആഘോഷിച്ചു വരുന്നത്. പരിമല തീർത്ഥയാത്ര. തുരുത്തിക്കര മാർ ഗ്രിഗോറിയസ് ചാപ്പലിൽ നിന്നും വികാരി KJ കുര്യാക്കോസ് കോറപ്പിസ്കോപ്പ ട്രെയിൻ മാർഗം തിരുവല്ലാവരിയിൽ, തുടർന്ന് കാൽനടയായി നടത്തിവന്നിരുന്ന തീർത്ഥയാത്രയുടെ പ്രചോദനം ഉൾക്കൊണ്ട് 1988 റവറന്റ് ഡീക്കൻ തോമസ് മാരി, ശ്രീ സാബു കാച്ചപ്പള്ളി, ജോൺസൺ കൊളുത്താൽ എന്നിവരുടെ നേതൃത്വത്തിൽ മുളന്തുരുത്തി സെന്റ് തോമസ് യുവജന പ്രസ്ഥാനം നടത്തിയ പരിമല തീർത്ഥയാത്ര ഇന്ന് കൊച്ചി, കണ്ടനാട്, അങ്കമാലി, കുന്നംകുളം, തൃശൂർ ഭദ്രാസനങ്ങളിലെ യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലുള്ള പരിമല തീർത്ഥയാത്രയായി രൂപം പ്രാപിച്ചിട്ടുണ്ട്. പ്രധാന ചാപ്പലുകളും കുരിശുത്തൊട്ടികളും. വെട്ടിക്കൽ ദേറ
പ്രസിദ്ധി കൊണ്ടും വിശുദ്ധി കൊണ്ടും പ്രഥമ സ്ഥാനം വഹിക്കുന്ന ദേവാലയങ്ങളിലൊന്നാണ് ചരിത്രപ്രസിദ്ധമായ വെട്ടിക്കൽ ദേറ. AD 1125 ഒരു കൽക്കുരിശ് ഇവിടെ സ്ഥാപിച്ചു. അന്ന് സ്ഥാപിച്ച ആ കൽക്കുരിശ് ഇന്നും പഴമയുടെ പ്രൗഢിയോടെ ദേറ മദ്ബഹായുടെ കിഴക്കുവശത്തായി നിലകൊള്ളുന്നു. AD 1200 ഇതൊരു കുരിശുപള്ളിയായി രൂപാന്തരം പ്രാപിച്ചു. മലങ്കരയുടെ പ്രഥമ ദേറ സ്ഥാപനമായ ഇവിടം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് കാട്ടുമങ്ങാട്ട് ബാബമാരുടെ കാലത്താണ്. തുടർന്ന് അനേകം മുനിശ്രേഷ്ഠർ ദേറയിൽ താമസിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ചിരുന്നു. അവരിൽ ഏറ്റവും ശ്രേഷ്ഠനായിരുന്നത് പരിശുദ്ധ പരിമല തിരുമേനിയായിരുന്നു. പാലക്കാട്ട് ജോൺ കോർപ്പിസ്കോപ്പ ഉൾപ്പെടെ അനേകം വൈദികർ ദേറ മാനേജർമാരായിരുന്നു സുത്യർഹമായ സേവനം കാഴ്ചവെച്ചിട്ടുണ്ട്. നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ബെസേലിയസ് വിദ്യാനികേതൻ സ്കൂളും നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ധ്യാനമന്ദിരവും ദേറായുടെ മനോഹാരിതയ്ക്കും വിശുദ്ധിക്കും മാറ്റുകൂട്ടുവാൻ തക്കവണ്ണമുള്ളവയാണ്. ചിട്ടയായ ആത്മീയ പ്രവർത്തനങ്ങളാൽ മറ്റൊരു വടക്കൻ പരിമലയാക്കി മാറ്റുവാൻ മാനേജരായ റവറൻ ഫാദർ PS യോഹന്നാന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി പ്രവർത്തിച്ചു വരുന്നു. തുരുത്തിക്കര മാർ ഗ്രിഗോറിയോസ് കാതോലിക്കറ്റ് ചാപ്പൽ ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് ആരാധിക്കുന്നതിനു വേണ്ടി ആത്രശ്ശേരിയിൽ കുര്യാക്കോസ് ദാനം നൽകിയ 20 സെന്റ് സ്ഥലത്ത് 1964 പരിശുദ്ധ പരിമല തിരുമേനിയുടെ നാമത്തിൽ റവറൻ ഫാദർ KJ കുര്യാക്കോസിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി ചാപ്പലിന്റെ തറ പൂർത്തിയാക്കി കുരിശ് സ്ഥാപിച്ചു. 1967 സെപ്റ്റംബർ 14 കൊച്ചി ഭദ്രാസനാധിപൻ യുഹാനോൻ മാർ സേവേറിയസ് മെത്രാപ്പോലീത്ത നവപൂജ അർപ്പിക്കുകയും 1969 പള്ളിപ്പണി പൂർത്തിയാക്കി കൂദാശ ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ വികാരിമാരായി റവറൻ ഫാദർ ശാമുവേൽ ജോൺ, റവറൻ ഫാദർ ജിയോ മട്ടമേൽ, ട്രസ്റ്റിയായി ശ്രീ KK പൗലോസ്, സെക്രട്ടറിയായി മോനി ഇടമ്പാടം തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് ഭരണം നിർവഹിച്ചു വരുന്നത്. കരവട്ട വടക്കേ കുരിശ് പള്ളിയുടെ നിർമ്മാണത്തിന് മുൻപ് 10-ാം നൂറ്റാണ്ടിൽ ഉദയംപേരൂർ പള്ളിയുടെ കീഴിൽ ഈ കുരിശ് സ്ഥാപിക്കപ്പെട്ടു. പഴയ കുരിശിന് രൂപഭേദം വരുത്താതെ ശില്പചാതുര്യമാർന്ന രീതിയിൽ മുളന്തുരുത്തിയുടെ വെള്ളി നക്ഷത്രമായി ശോഭിക്കുന്നു. കരവട്ട തെക്കേ കുരിശ് 12-ാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ച ഈ കുരിശ് മുളന്തുരുത്തിയുടെ പഴയ വ്യാപാര സ്ഥിര കേന്ദ്ര സ്ഥാനത്ത് രാജകീയ പ്രൗഢിയോടെ തലയുയർത്തി നിൽക്കുന്നു. പാലത്തിങ്കൽ കുരിശ് പള്ളി മദ്ബഹായിൽ നിന്നും നോക്കിയാൽ കാണുന്ന രീതിയിൽ പള്ളിയുടെ നിർമ്മാണ കാലത്ത് സ്ഥാപിക്കപ്പെട്ടതായി വിശ്വസിക്കപ്പെടുന്നു. പുത്തനങ്ങാടി കുരിശ് ഈ കുരിശും ഉദയംപേരൂർ പള്ളിയുടെ കീഴിൽ സ്ഥാപിക്കപ്പെട്ടതാണ്. പുതുക്കി പണിതീർത്ത് ശിലാസ്ഥാപനം നിർവഹിച്ചത് പരിശുദ്ധ പരിമല തിരുമേനിയായിരുന്നു. പഴയ കുരിശിന് രൂപഭേദം വരുത്താതെ ആധുനിക രീതിയിൽ ഈ കുരിശ് നവീകരിച്ചിട്ടുണ്ട്. പൊല്ലേമുകൾ മാർ ഗ്രിഗോറിയോസ് കുരിശിൻ തൊട്ടി തുരുത്തിക്കര മാർ ഗ്രിഗോറിയോസ് ചാപ്പലിന്റെ നേതൃത്വത്തിൽ പള്ളിപ്പുറം പരേതനായ ശ്രീ യാക്കോബ് സംഭാവനയായി നൽകിയ 5 സെന്റ് സ്ഥലത്ത് 1990 സ്ഥാപിച്ചു. ഇപ്പോൾ എല്ലാ 2ാം ശനിയാഴ്ചകളിൽ സന്ധ്യാരാധന പതിവായി നടത്തിവരുന്നു. ജോസ് പൊല്ലയിൽ പ്രസിഡന്റായ കമ്മിറ്റിയാണ് ഭരണം നിർവഹിച്ചു വരുന്നത്. കാവുമുകൾ കുരിശ് മുളന്തുരുത്തി കാതോലിക്കറ്റ് സെന്ററിന് കീഴിൽ മറ്റത്തിൽ എബ്രഹാം സംഭാവന നൽകിയ സ്ഥലത്ത് ആദ്യമായി സ്ഥാപിച്ച ഈ കുരിശ് 2004 ഒക്ടോബർ മാസം 30 മെത്രാപ്പൊലീത്തമാരായ സക്കറിയ മാർ അന്തോണിയോസ്, ഡോക്ടർ എബ്രഹാം മാർ സേവേറിയോസ്, ഡോക്ടർ തോമസ് മാർ അത്തനാസിയോസ് എന്നിവരുടെ പ്രധാന കാർമ്മികത്വത്തിൽ
പരിശുദ്ധ ഗീവർഗീസ് സഹദായുടെ നാമത്തിൽ കൂദാശ ചെയ്തു. ഇഞ്ചിമല കുരിശ് കാതോലിക്കൽ സെന്ററിന് കീഴിൽ കന്നപ്പിള്ളിൽ ശ്രീ തോമസ് സംഭാവനയായി നൽകിയ സ്ഥലത്ത് പരിശുദ്ധ പരുമല തിരുമേനിയുടെ നാമധേയത്തിൽ പരുമലപ്പള്ളിയുടെ മാതൃകയിൽ നിർമ്മിക്കുവാൻ ഉദ്ദേശിക്കുന്ന കുരിശിന്റെ ശിലാസ്ഥാപനം വികാരി കെ.ജെ. കുര്യാക്കോസ് കോറപ്പിസ്കോപ്പ 2004 നവംബർ 7 നിർവഹിച്ചു. ഇപ്പോൾ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇടവക വൈദികർ വെരി റവറൻഡ് കെ.ജെ. കുര്യാക്കോസ് കോറപ്പിസ്കോപ്പ, ഇടപ്പങ്ങാട്ടിൽ കാരിയേരിൽ പരേതനായ യാക്കോബ് കോറപ്പിസ്കോപ്പയുടെ മകനായി 1939 ജനിച്ച ഇദ്ദേഹം 1957 സിംഹാസനപ്പട്ടവും 1962 ജൂൺ 30 കശീശ സ്ഥാനവും സ്വീകരിച്ചു. 1999 ഓഗസ്റ്റ് 7 പരിശുദ്ധ ബെസേലിയസ് മാത്യൂസ് ദ്വിതീയൻ കാതോലിക്ക ബാവ കോറപ്പിസ്കോപ്പ സ്ഥാനം നൽകി. ഹൈദരാബാദ് സെന്റ് ഗ്രിഗോറിയോസ്, മദ്രാസ് ബ്രോഡ്വേ സെന്റ് തോമസ്, പള്ളം സെന്റ് പോൾസ്, കൊരട്ടി അരമന ചാപ്പൽ, തേനെടുക്കുമാർ ഗ്രിഗോറിയോസ് എന്നീ പള്ളികളിൽ വികാരിയായി സേവനം അനുഷ്ഠിച്ചതിനു പുറമെ തുരുത്തിക്കര മാർ ഗ്രിഗോറിയോസ് ചാപ്പൽ, മുളന്തുരുത്തി കാതോലിക്കൽ സെന്റർ എന്നിവയുടെ സ്ഥാപക വികാരി ഇന്ന് മുളന്തുരുത്തിയുടെ മനോഹാരിതയ്ക്ക് മാറ്റുകൂട്ടുവാൻ തക്കവണ്ണമുള്ള സ്ഥാപനങ്ങളാക്കി വളർത്തുവാൻ 1975 മുതൽ മുളന്തുരുത്തിയിൽ ഓർത്തഡോക്സ് സഭയുടെ അമരക്കാരനായി ഇന്നുവരെ മാർത്തോമാൻ പള്ളിയുടെ വികാരി സ്ഥാനത്ത് തുടർന്നു വരുന്ന ബഹുമാനപ്പെട്ട അച്ഛൻ ദീർഘകാലം CGLP സ്കൂൾ അധ്യാപകനായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. റവറൻഡ് ഫാദർ തോമസ് പൊന്നാങ്കുഴി, ആരക്കുന്നം സെന്റ് ജോർജ് പള്ളി ഇടവകാംഗമായ പൊന്നാങ്കുഴിയിൽ മത്തായിയുടെ മകനായ ബഹുമാനപ്പെട്ട അച്ഛൻ ചാലിശ്ശേരി, ചെറായി, തുരുത്തിക്കര, ചാലക്കുടി, അയ്യമ്പള്ളി, മനപ്പള്ളി തുടങ്ങിയ പള്ളികളിൽ വികാരിയായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ കാതോലിക്കേറ്റ് സെന്ററിലെ സഹവികാരിയായി സേവനം അനുഷ്ഠിച്ചു വരുന്നു. റവറൻഡ് ഫാദർ KT ഏലിയാസ്, എറണാകുളം സെന്റ് മേരീസ് പള്ളി വികാരിയായി സേവനം അനുഷ്ഠിച്ചു വരുന്നത് കൂടാതെ കൊച്ചി ഭദ്രാസന സെക്രട്ടറിയായി സേവനം അനുഷ്ഠിച്ചു വരുന്നു. റവറൻഡ് ഫാദർ എബ്രാഹാം ഇടമ്പാടത്ത് കുര്യാച്ചന്റെ മകനായി ജനിച്ച അച്ഛൻ ഇപ്പോൾ അയ്യമ്പള്ളി സെന്റ് ജോൺസ് പള്ളി വികാരിയായി സേവനം അനുഷ്ഠിച്ചു വരുന്നു. റവറൻഡ് ഫാദർ തോമസ് മ്യാലിൽ വർക്കിച്ചിന്റെ മകനായി ഇദ്ദേഹം ബോംബെ ഭദ്രാസനത്തിലെ അഹമ്മദാബാദ് സെന്റ് മേരീസ് പള്ളി വികാരിയായി പള്ളിവക ട്രെയിനിംഗ് കോളേജ് മാനേജരായും സേവനം അനുഷ്ഠിച്ചു വരുന്നു. റവറൻഡ് ഫാദർ ഡോക്ടർ ജോസി ജേക്കബ്, പോനോടത്ത് ജേക്കബിന്റെ മകനായ അച്ഛൻ കോട്ടയം വൈദിക സെമിനാരിയിൽ നിന്നും GSTയും BDയും വടവാത്തൂർ പൗരസ്ത്യ വിദ്യാപീഠത്തിൽ നിന്നും MTHഉം വേദശാസ്ത്രത്തിൽ ഡോക്ടറേറ്റും നേടിയിട്ടുണ്ട്. അച്ഛനിപ്പോൾ എത്യോപ്യയിലെ ഹോളി ട്രിനിറ്റി തിയോളജിക്കൽ കോളേജിലെ പ്രൊഫസറായി സേവനം അനുഷ്ഠിച്ചു വരുന്നു. റവറൻഡ് ഫാദർ തോമസ് കൊളുത്താൽ ജോസഫിന്റെ മകനായ ഇദ്ദേഹം കോട്ടയം വൈദിക സെമിനാരിയിൽ നിന്നും GST കരസ്ഥമാക്കുകയും ഇപ്പോൾ ഫോർട്ട് കൊച്ചി സെന്റ് പോൾസ് പള്ളി വികാരിയായി സേവനം അനുഷ്ഠിച്ചു വരുന്നു. റവറൻഡ് ഫാദർ മേരിദാസ് സ്റ്റീഫൻ, പുത്തൻപുരയ്ക്കൽ സ്റ്റീഫന്റെ മകനായ അച്ഛൻ ഫെറാംപൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും BTH കരസ്ഥമാക്കുകയും ഇപ്പോൾ പുതുവേലി വെട്ടിക്കൽ മെറ്റോറിറ്റി പള്ളികളിലെ വികാരിയായി പ്രവർത്തിച്ചു വരുന്നു. റവറൻഡ് ഡീക്കൻ സക്കറിയ മാത്യു, ആളുപറമ്പിൽ മത്തായിയുടെ മകനായ സക്കറിയ ചമാശൻ കോട്ടയം തിയോളജിക്കൽ സെമിനാരിയിലെ 5ാം വർഷ വിദ്യാർത്ഥിയാണ്. പള്ളി മനുഷ്യൻ പോൾ ചാലി, ഈ ഇടവകയിലെ പ്രമുഖ കുടുംബമായ ചാലിൽ കുടുംബത്തിന് പാരമ്പര്യമായി ഇടവക ഭരണത്തിൽ നേതൃത്വം നൽകുവാൻ മാനുഷ്യം എന്ന സ്ഥാനപ്പേരോടുകൂടി
ഒരു സ്ഥിരം ട്രസ്റ്റിയെ കുടുംബാംഗങ്ങൾ ചേർന്ന് തിരഞ്ഞെടുക്കുന്ന പതിവ് വർഷങ്ങളായി തുടർന്നു വരുന്ന കീഴ്വഴക്കമാണ്. ഇന്ന് ഈ സ്ഥാനം അലങ്കരിക്കുന്നത് ശ്രീ പോൾ ചാലിലാണ്. ഇദ്ദേഹത്തിന്റെ സഹോദരൻ പരേതനായ ശ്രീ JC ചാലി ദീർഘകാലം പള്ളി മനുഷ്യനായിരുന്നു. സുത്യർഹമായ സേവനം കാഴ്ചവെച്ചിട്ടുള്ള വ്യക്തിയാണ്. കാതോലിക്കേറ്റ് സെന്റർ 1972 സഭാ ഭിന്നിപ്പിനെ തുടർന്ന് 1975 കൊച്ചി ഭദ്രാസനാധിപനായി പ്രവർത്തിക്കുവാൻ യൂഹാനോന്മാർ സേവാറിയസ് മെത്രാപ്പൊലീത്തയ്ക്ക് മാത്രമേ അധികാരാവകാശങ്ങളുള്ളൂ എന്ന് കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ 1975 അന്നത്തെ മുളന്തുരുത്തി മാർത്തോമൻ പള്ളിയിലെ വൈദികരോടൊപ്പം വികാരിമാരായി മേമുറിയിൽ ജേക്കബ് കത്തനാർ, ഇടപ്പങ്കാട്ടിൽ കുര്യാക്കോസ് കത്തനാർ എന്നിവരെ മാർ സേവേറിയോസ് നിയമിച്ചു. എന്നാൽ 1975 ജൂൺ 1 വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ പള്ളിയിലെത്തിയ ബഹുമാനപ്പെട്ട അച്ഛന്മാർക്ക് കാണുവാൻ സാധിച്ചത് മാർത്തോമൻ പള്ളിവാതിൽ അടഞ്ഞുകിടക്കുന്നതായാണ്. താക്കോൽ കളവുപോയി എന്ന കാരണം പറഞ്ഞ് പാത്രിയർക്കീസ് വിഭാഗം ട്രസ്റ്റിമാർ പള്ളി തുറക്കുവാൻ തയ്യാറായില്ല. യാതൊരു കാരണവശാലും ഈ 2 വൈദികരെ കുർബാന അർപ്പിക്കുവാൻ സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പള്ളി 9 വർഷക്കാലത്തേക്ക് അടച്ചിട്ടു. തുടർന്ന് 1984 ഒക്ടോബർ 14 ബഹുമാനപ്പെട്ട കോടതി വിധി പ്രകാരമാണ് ആരാധനയ്ക്കായി തുറന്നു കിട്ടിയത്. ഈ അവസരത്തിൽ ഓർത്തഡോക്സ് വിഭാഗം തങ്ങളുടെ ആത്മീയ ആവശ്യങ്ങൾ തുരുത്തിക്കര മാർ ഗ്രിഗോറിയസ് ചാപ്പലിലാണ് നടത്തിവന്നിരുന്നത്. സെമിത്തേരിയിൽ വന്ന് പ്രാർത്ഥിക്കുവാനും മറ്റുള്ള സൗകര്യത്തെ മുൻനിർത്തി 1982 പള്ളിക്ക് സമീപം ഇടപ്പാറയിൽ ശ്രീ വർഗീസിന്റെ 10 സെന്റ് സ്ഥലം മാർത്തോമാ സിംഹാസനത്തിന്റെ പേരിൽ വിലയ്ക്ക് വാങ്ങുകയും 1982 ഡിസംബർ 5 കണ്ടനാട് ഭദ്രാസനാധിപൻ ജോസഫ് മാർ പക്കോമിയസ് മെത്രാപ്പൊലീത്തയുടെ സാന്നിധ്യത്തിൽ കൊച്ചി ഭദ്രാസന സഹായ മെത്രാപ്പൊലീത്ത യാക്കോബ് മാർ പോളികാർപ്പോസ് തിരുമേനി തറക്കല്ലിട്ട പള്ളിപണി കേവലം 13 ദിവസം കൊണ്ട് പൂർത്തിയാക്കി ഡിസംബർ 18 ഭദ്രാസനാധിപൻ യൂഹാനോൻ മാർ സേവേറിയസ് മെത്രാപ്പൊലീത്ത താൽക്കാലിക കൂദാശ നടത്തി നവപൂജ അർപ്പിക്കുകയും അന്നു മുതൽ വികാരിയായി KJ കുര്യാക്കോസ് കൊറോപ്പിസ്കോപ്പ് തുടർന്നു വരികയും ചെയ്യുന്നു. തുടർന്നുള്ള കാതോലിക്കേറ്റ് സെന്ററിന്റെ പ്രവർത്തനം വികസനത്തിന്റെ രജതപാതയിലായിരുന്നു. ബഹുമാനപ്പെട്ട കുര്യാക്കോസ് അച്ഛന്റെ ശ്രമഫലമായി മറ്റു വൈദികരുടെ സഹകരണത്താലും ഇന്ന് മലങ്കര സഭയിലെ ഏറ്റവും മനോഹരമായ ഒരു കാതോലിക്കേറ്റ് സെന്ററായി രൂപാന്തരം പ്രാപിച്ചിട്ടുണ്ട്. മുൻപ് പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ വൈദികരെയും, ട്രസ്റ്റിമാരെയും, സെക്രട്ടറിമാരെയും, കമ്മിറ്റി അംഗങ്ങളെയും നന്ദിയോടെ മാത്രമേ നമുക്ക് സ്മരിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ട്രസ്റ്റിയായി ശ്രീ സോമൻ പോളും സെക്രട്ടറിയായി ശ്രീ കുര്യാക്കോസ് അരികുപ്രവും അടങ്ങുന്ന ഭരണസമിതിയാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്നത്. ഇപ്പോൾ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 6:30-നും 8:30-നും 2 വിശുദ്ധ കുർബാനകളും, മാറാനായ പെരുന്നാളുകൾക്ക് പുറമെ ബുധൻ, ശനി എന്നീ ദിവസങ്ങളിൽ രാവിലെ 7:15-ന് വിശുദ്ധ കുർബാനകളും, ബുധനാഴ്ച പരിശുദ്ധ തോമാസ് ശ്ലീഹായുടെയും, ശനിയാഴ്ച പരിശുദ്ധ പരിമല തിരുമേനിയുടെയും, ഞായറാഴ്ച പരിശുദ്ധ ദൈവമാതാവിന്റെയും നാമത്തിലുള്ള പ്രത്യേക മധ്യസ്ഥ പ്രാർത്ഥനകൾക്ക് പുറമെ ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് സന്ധ്യാപ്രാർത്ഥന, എല്ലാ മാസവും 2-ാം തീയതി വൈകിട്ട് 6 മണിക്ക് പരിശുദ്ധ പരിമല തിരുമേനിയുടെ പെങ്കീസ നമസ്കാരത്തോടുകൂടിയുള്ള സന്ധ്യാരാധനകളും പതിവായി നടത്തിവരുന്നു. ആത്മീയ സംഘടനകളുടെ ഭാരവാഹികളായി സൺഡേ സ്കൂൾ ഹെഡ്മാസ്റ്റർ ശ്രീ PT വർഗീസ് പടിപ്പുരയ്ക്കലിന്റെ നേതൃത്വത്തിൽ 12 അധ്യാപകരുടെ സഹകരണത്താൽ ഭംഗിയായി പ്രവർത്തിച്ചു വരുന്നു. ശ്രീമതി ഷെർലി വിപിൻ സെക്രട്ടറിയായ മർത്തമറിയം വനിതാ സമാജം എല്ലാ ബുധനാഴ്ചകളിലും വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഒരുമിച്ചുകൂടി ബൈബിൾ ക്ലാസ്, ധ്യാനം എന്നിവയും എല്ലാ മാസത്തിലെയും 2-ാം ശനിയാഴ്ചകളിൽ കുടുംബ നവീകരണ ധ്യാനവും
പതിവായി നടത്തിവരുന്നു. ശ്രീ ജിജോ വർഗീസ് മങ്കിടി സെക്രട്ടറിയായ യുവജന പ്രസ്ഥാനം എല്ലാ മാസങ്ങളിലെയും 2ാം ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഒരുമിച്ച് കൂടി വരുന്നുണ്ട്. പള്ളി ആരാധനകളിൽ ഭക്തിനിർഭരമായ ഗീതങ്ങൾ ആലപിക്കുവാൻ ശ്രീ റിജോ ജോയിയുടെ നേതൃത്വത്തിൽ നല്ലൊരു ഗായിക സംഘവും പ്രവർത്തിച്ചു വരുന്നു. വൈദിക വിദ്യാർത്ഥികൾ കുഴിയേലിയിൽ ഫാദർ KT ഏലിയാസിന്റെ മകൻ തോമസ്, പൂപ്പാറയിൽ ജോർജിന്റെ മകൻ അലക്സ് തുടങ്ങിയവർ 2ാം വർഷ വൈദിക വിദ്യാർത്ഥികളായി കോട്ടയം തിയോളജിക്കൽ സെമിനാരിയിൽ വൈദിക പഠനം നടത്തിവരുന്നു.